ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നാളെ മുതൽ. രാജ്യത്തെ വെള്ളപ്പൊക്കക്കെടുതി നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് CBI. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ മലയാളി സൈനികൻ ഉൾപ്പെടെ 2 പേർക്ക് വീരമൃത്യു. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 216 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ബുധനാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. വ്യാഴാഴ്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. രാജ്യസഭാ സമ്മേളനവും വ്യാഴാഴ്ച ആരംഭിക്കും. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. രാജ്യത്തെ വെള്ളപ്പൊക്ക നിവാരണ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്, വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ, ദേശീയ ദുരന്ത നിവാരണ സേനയിലെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിൽ അടുത്തിടെയുണ്ടായ മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്ന് CBI അധികൃതർ അറിയിച്ചു. രാജ്യത്ത് പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറിനിടെ കേന്ദ്ര സർക്കാർ 4 സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. സുതാര്യമായി പരീക്ഷ നടത്തുന്നതിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. വിദ്യാർത്ഥികളുടെ ക്ഷേമവും ശോഭനമായ ഭാവിയുമാണ് NDA സർക്കാരിന്റെ മുൻഗണനയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. പരീക്ഷയിൽ ക്രമക്കേട് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ തുടർച്ചയായാണ് ഒരു ദിവസത്തിനുള്ളിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. നീറ്റ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് കൈമാറി. NTA ഡയറക്ടർ ജനറലിനെ മാറ്റി. ISRO മുൻ മേധാവി K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാൻ 7 അംഗ ഉന്നതതല സമിതിക്ക് രൂപം നൽകി. പരീക്ഷാ പ്രക്രിയ മെച്ചപ്പെടുത്തുന്ന ഡാറ്റാ സുരക്ഷാ നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും NTA ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച് ഉന്നതതല സമിതി ശുപാർശകൾ നൽകും. NTA നിലവിലെ പരാതി പരിഹാര പ്രക്രിയയും സമിതി വിലയിരുത്തും. 2 മാസത്തിനകം മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം. പേപ്പർ ചോർച്ച തടയാനും മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാനുമാണ് പേപ്പർ ചോർച്ച വിരുദ്ധ നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് 3 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷയും 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ പിഴയും ലഭിക്കാനുള്ള വ്യവസ്ഥയും നിയമത്തിലുണ്ട്. UPSC, SSC, റെയിൽവേ, ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളും NTA നടത്തുന്ന എല്ലാ പരീക്ഷകളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ മലയാളി സൈനികൻ ഉൾപ്പെടെ 2 പേർക്ക് വീരമൃത്യു. തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവാണ് വീരമൃത്യു വരിച്ചത്. CRPFൽ ഡ്രൈവറായിരുന്നു വിഷ്ണു. ഇന്ന് ഉച്ചയോടെ വിഷ്ണു ഓടിച്ചിരുന്ന ട്രക്ക് ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള സമ്മേളനത്തിന് ചെന്നൈയിൽ തുടക്കമായി. ജൂലൈ 1 മുതൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ തടവുകാരെ ശിക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളനി വാഴ്ചക്കാലത്ത് ഇന്ത്യൻ പീനൽ കോഡ് നടപ്പാക്കിയതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. എന്നാൽ ഭാരതീയ ന്യായ സംഹിത അവതരിപ്പിച്ചത് നീതി ലഭ്യമാക്കാനാണ്. 3 ക്രിമിനൽ നിയമങ്ങളും ഡിജിറ്റൽ സമൂഹത്തിന് അനുയോജ്യമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ പറഞ്ഞു. രാജ്യത്ത് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 പ്രാബല്യത്തിൽ വരുന്നതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ഇന്നു രാത്രി 8:15 പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE-യിലെത്തി. UAE വിദേശകാര്യമന്ത്രിയുമായി തന്ത്രപ്രധാന വിഷയങ്ങളിൽ അദ്ദേഹം ചർച്ച നടത്തും. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. വൈകിട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് OR കേളു സംസ്ഥാന മന്ത്രിസഭയിലെത്തിയത്. കേരളത്തിൽ +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ച പൂർത്തിയായിരുന്നു. ഓരോ സ്കൂളിലും അവശേഷിക്കുന്ന സീറ്റുകളുടെ പട്ടിക ജൂലൈ 2-ന് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇന്ത്യയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനമായ പുഷ്പകിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ലാൻഡിംഗ് പരീക്ഷണം വിജയിച്ചതായി ISRO. രാജ്യത്തിന് ഇത് അഭിമാന നിമിഷമാണെന്നും ISROയുടെ അശ്രാന്ത പരിശ്രമം ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലെത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഒരു റിപ്പോർട്ട്. ഇന്ന് രാവിലെ കർണാടകത്തിലെ ചിത്രദുർഗയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത്. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിലാണ് RLV Lex 03 എന്ന പുഷ്പക് വിക്ഷേപണ വാഹനം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയത്. ഭൂനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരത്തിലും ഇറങ്ങേണ്ട റൺവേയിൽ നിന്ന് 4 കിലോമീറ്റർ അകലത്തിലും വെച്ച് പുഷ്പകിനെ വിമാനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി. തുടർന്ന് കൃത്യമായി ദിശ കണ്ടെത്തിയ വിക്ഷേപണ വാഹനം സുരക്ഷിതമായി റൺവേയിൽ തിരിച്ച് ലാൻഡിംഗ് നടത്തുകയായിരുന്നു. മണിക്കൂറിൽ 320 കിലോമീറ്റർ ആയിരുന്നു ലാൻഡിംഗ് വേഗത. ശക്തമായ കാറ്റിന്റെ വെല്ലുവിളി അതിജീവിച്ചാണ് പുഷ്പക് സുരക്ഷിതമായി ലാൻഡ് ചെയ്തതെന്ന് ISRO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 216 റൺസ് വിജയലക്ഷ്യം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 50 ഓവറിൽ 8-ന് 215 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 30 ഓവറിൽ 2 വിക്കറ്റിന് 169 റൺസ് എന്ന നിലയിലാണ്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്നു രാത്രി 8-ന് അമേരിക്കയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 6-ന് വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചിരുന്നു. ഇതോടെ ഓസ്ട്രേലിയയുടെ സെമി ഫൈനൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30-ന് 2 മത്സരങ്ങൾ. സ്വിറ്റ്സർലൻഡ് ജർമ്മനിയെയും സ്കോട്ട്ലൻഡ് ഹംഗറിയെയും നേരിടും. 2 മത്സരങ്ങൾ ജയിച്ച ജർമ്മനി പ്രീ ക്വാർട്ടർ ഉറപ്പാക്കിയിട്ടുണ്ട്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നാളെ പുലർച്ചെ 3:30-ന് അമേരിക്ക ബൊളീവിയയെയും 6:30-ന് യുറുഗ്വേ പാനമയെയും നേരിടും. മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ ഗോവാഖലിൽ ഇന്ന് പുലർച്ചെ ശക്തമായ സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിൽ കൃഷിയിടം പൂർണ്ണമായും നശിച്ചു. ആളപായമില്ല. IED ഉപയോഗിച്ചാണ് സ്ഫോടനമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കശ്മീർ താഴ്വരയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരനെ സൈന്യം വധിച്ചു. ബാരാമുള്ള ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമായിരുന്നു ഏറ്റുമുട്ടൽ. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെയാണ് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്നതിനായി ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ BSP ഓഫീസിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. യോഗത്തിൽ മായാവതി അനന്തരവൻ ആകാശ് ആനന്ദിനെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാന ദുരന്തത്തിന്റെ 39-ാം വാർഷികത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭീകരത ഒരിക്കലും വെച്ചുപൊറുപ്പിക്കരുത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്നായ കനിഷ്ക വിമാന ദുരന്തമെന്നും ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട്ടിലെ വിഷമദ്യ ദുരന്തത്തിൽ കോൺഗ്രസും DMKയും INDI സഖ്യവും മൌനം പാലിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ദൌർഭാഗ്യകരമായ സംഭവം തമിഴ്നാടിനെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണെന്ന് പാർട്ടി വക്താവ് സംബിത് പാത്ര ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നാളെ മുതൽ. രാജ്യത്തെ വെള്ളപ്പൊക്കക്കെടുതി നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് CBI. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ മലയാളി സൈനികൻ ഉൾപ്പെടെ 2 പേർക്ക് വീരമൃത്യു. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 216 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.